മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ഡ്യൂ ടു എ കറണ്ട്. ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നു എന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ആക്ട്സ് ആസ് എ മാഗ്നറ്റ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ആ കറണ്ട് ക്യാരിങ് കണ്ടക്ടറിന് ഒരു മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ഉണ്ടാകും. ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് നമുക്ക് വളരെ ഫെമിലിയറാണ്. ഇങ്ങനെ ഉണ്ടാവുന്ന ഈ മാഗ്നറ്റിൻ്റെ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ആയതുകൊണ്ട് ഇതിൻ്റെ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ഈസ് ഗിവൺ ബൈ M is equal to I into A. It is a product of current and area. For n turns of the coil, M is equal to NIA. The dimensions of the magnetic moment is AL square and its unit is AM square. Next, we have to discuss circular current loop as a magnetic dipole. From Biot-Savart's law, we know that magnetic field on the axis of a circular loop is B is equal to mu 0 I r square by 2 into x square plus r square whole raised to 3 by 2. If x very greater than r, we can write B is equal to mu 0 I r square by 2x cube. Multiplying and dividing the expression by pi, we can write B is equal to mu 0 I into pi r square by 2 pi x cube is equal to mu 0 I a divided by 2 pi x cube. But we know IA is equal to small m is the magnetic dipole moment. So, we can write B is equal to mu 0 m divided by 2 pi x cube or mu 0 by 4 pi 2m by x cube is equal to B. We know this expression is similar to the electric field due to a dipole in the axial point. ഇതുപോലെ തന്നെ we can get the magnetic field at a point on the plane of the loop is B is equal to mu 0 by 4 pi m by x cube. So, ഇലക്ട്രിക് ഫീൽഡിൻ്റെ പോലെ തന്നെ രണ്ട് കേസിലും നമുക്ക് സിമിലർ ആയിട്ടുള്ള രണ്ട് എക്സ്പ്രഷൻസ് കിട്ടി. അങ്ങനെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം എ കറണ്ട് ലൂപ്പ് പ്രൊഡ്യൂസസ് മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ബിഹേവ്സ് ലൈക്ക് എ മാഗ്നറ്റിക് ഡൈപോൾ അറ്റ് ലാർജ് ഡിസ്റ്റൻസസ്. നൗ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ഓഫ് എ റിവോൾവിംഗ് ഇലക്ട്രോൺ. ഇവിടെ ഫിഗറിൽ ഒരു ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്ന ഒരു സ്റ്റിൽ പിക്ചറാണ് നമ്മൾ കാണുന്നത്. ഒരു ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇലക്ട്രോൺ ഒരു ചാർജാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഇലക്ട്രിക് കറൻറ്റ് മൈന്യൂട്ടാണെങ്കിൽ പോലും ഒരു ഇലക്ട്രിക് കറൻറ്റ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ചാൻസ് അല്ല, അവിടെ ഒരു ഇലക്ട്രിക് കറൻറ്റ് ഉണ്ടാകുന്നുണ്ട്. ആ കറൻറ്റ് മൂലമുള്ള മാഗ്നറ്റിക് മൊമെൻ്റ് എന്താണെന്നാണ് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത്. The current due to the revolution of the electron is I is equal to E by T, where E is the electronic charge and T is the time period of revolution. We know that T is equal to distance by velocity. That is here 2 pi r by v. Electron ഇവിടെ travel ചെയ്യുന്ന distance 2 pi r ആണ്. Where r is the radius of the orbit and v is the orbital velocity and t is the time period of revolution. Thus, I is equal to EV by 2 pi r. Substituting here, we get I is equal to EV by 2 pi r. The magnetic moment associated with this circulating current is, നമ്മളിപ്പോൾ പഠിച്ചു മാഗ്നറ്റിക് മൊമെൻറ്റ് M is equal to I into A എന്ന്. ഇവിടെ നമ്മൾ
ഈ ഇലക്ട്രോണിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റിനെ മ്യൂ എൽ എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ I ഇൻറ്റു പൈ ആർ സ്ക്വയർ, ദാറ്റ് ഈസ് I ഈസ് ഈക്വൽ ടു EV/2 പൈ ആർ എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. സോ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഹിയർ we get mu L is equal to EV/2 pi r into pi r square, that is equal to EVR/2. The direction of the magnetic moment is into the plane of the paper. Then multiplying and dividing RHS of the above equation with mass of the electron me, then we get mu L is equal to E into me Vr/2 me. Or we can write mu L is equal to EL/2 me, where L is the orbital angular momentum of the electron. നമ്മൾ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ട് ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റം ഇസ് ഈക്വൽ ടു MVR. അത് തന്നെയാണ് ഇവിടെയും നമ്മൾ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. വെക്ടോറിയലി ഇറ്റ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് mu L is equal to minus E/2m ഇൻറ്റു L. 2me എന്നും റെപ്രസെൻ്റ് ചെയ്യുന്നു നമ്മൾ ഇലക്ട്രോണിക് മാസ് ആയതുകൊണ്ട്. ദ നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദ ആംഗുലർ മൊമെൻറ്റം ഓഫ് ദി ഇലക്ട്രോൺ ഈസ് ഓപ്പോസിറ്റ് ഇൻ ദ ഡയറക്ഷൻ ടു ദ മാഗ്നറ്റിക് മൊമെൻറ്റ്. ആംഗുലർ മൊമെൻറ്റം മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെന്ന് കാണിക്കാനാണ് നമ്മളിവിടെ നെഗറ്റീവ് സൈൻ കൊടുത്തിരിക്കുന്നത്. ഇനി ഈ എക്സ്പ്രഷനിൽ നിന്ന് നമ്മൾ mu L/L ഇസ് ഈക്വൽ ടു E/2me എന്നെഴുതുകയാണെങ്കിൽ ഈ റേഷ്യോയെ നമ്മൾ പറയുന്ന പേരാണ് ഗൈറോ മാഗ്നറ്റിക് റേഷ്യോ. ഇറ്റ്സ് വാല്യൂ ഈസ് 8.8 ഇൻറ്റു 10⁻10 കൂളോം പെർ കിലോഗ്രാം ഫോർ ആൻ ഇലക്ട്രോൺ. ബോർ ക്വാണ്ടൈസേഷൻ കണ്ടീഷൻ അനുസരിച്ച് വി നോ ദാറ്റ് ആംഗുലർ മൊമെൻറ്റം ഓഫ് ആൻ ഇലക്ട്രോൺ ഈസ് L is equal to NH/2 pi. H is Planck's constant, N is equal to 1, 2, 3, etc. So, mu L is equal to ENH/4 pi me. If N is equal to 1, we can write mu L is equal to EH/4 pi me. The value of magnetic dipole moment of an electron for N is equal to 1 is called Bohr magnetron. And substituting its values, we get mu L is equal to 9.27 into 10⁻⁻24 ampere meter square. ഇതാണ് ബോർ മാഗ്നട്രോണിൻ്റെ വാല്യൂ. Any charge in uniform circular motion would have an orbital magnetic moment. യൂണിഫോം സർക്കുലർ മോഷനിലുള്ള ഏതൊരു ചാർജിനും ഓർബിറ്റൽ മാഗ്നറ്റിക് മൊമെൻ്റ് ഉണ്ടായിരിക്കും. അതിനും പുറമേ ഒരു ഇൻട്രിൻസിക് മാഗ്നറ്റിക് മൊമെൻ്റ് കൂടെ ഉണ്ടായിരിക്കും. അതാണ് സ്പിൻ മാഗ്നറ്റിക് മൊമെൻ്റ്. ഓക്കെ.